നമുക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നോക്കാം. അതേപോലെ ഇന്ന് ഞാൻ മാർക്കറ്റിൽ എടുത്തിട്ടുണ്ടാകുന്ന ട്രേഡ്സും അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ നാളത്തേക്കുള്ള കണ്ടീഷൻസും മറ്റുമൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ട്രേഡിംഗ് ഡേ തന്നെ ലഭിച്ചു എന്ന് കരുതുന്നു. കാര്യം കോൾ ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഓൾമോസ്റ്റ് ഒരു 3 to 4 ടൈംസ് ഒക്കെ OTM കോൾസ് ബെയർ മിനിമം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഒരു മിനിമം ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് പോലും പ്രോപ്പറായിട്ട് ഇന്ന് മൂവ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് തന്നെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ നോക്കാം. അതിൻ്റെ മുമ്പ് ഇന്നത്തെ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു 71,000 അടുപ്പിച്ച് നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, സോ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്സും കാര്യങ്ങളും പറയുന്നത് അത് മോർണിംഗിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 30,000 റുപ്പീസ് 35,000 വരെ എന്തോ മോർണിംഗിൽ ലോസിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ട്രേഡും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മോർണിംഗ് നമ്മൾ ഇനിഷ്യലി ഇവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. നമ്മൾ ആദ്യമേ ഷോർട്ട് എൻട്രി ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്ക് കയറുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഫസ്റ്റ് ഒരു ട്രേഡ് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ പിന്നീട് ലോവർ ലോ ഫോർമേഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓപ്ഷൻസ് മൂവ്മെൻറ്റ് ഒട്ടും ഫേവറിങ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിഷ്യലി ഫുഡ് സൈഡിൽ നമുക്ക് ലോസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ഏരിയയിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് സൈഡിലേക്ക് ഒരു വ്യൂ ഇല്ല. കാര്യം ഓപ്ഷൻസിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കത് മനസ്സിലാവും. ഫുഡ് സൈഡിലേക്ക് നമുക്കൊരു വ്യൂ ഇല്ല എന്നുള്ളത് അവിടെ കൺഫേം ആയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് റിവേഴ്സ് ചെയ്ത് കയറുന്ന ടൈമിൽ അപ്പോൾ നമ്മുടെ ഇന്നലെ പ്രിപ്പയർ ചെയ്ത പ്ലാൻ അല്ലായിരുന്നു ശരിക്കും ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മോർണിംഗിൽ കാര്യം ഒരു ഗ്യാപ്പ് ഡൗൺ ഇത്രയും റേഞ്ച് വരെ ഉള്ളത് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു. പക്ഷേ അത് ഞാൻ മോർണിംഗിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഉള്ള ഒരു ചാനലുണ്ട്. എൻ്റെ ബയോയിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് ലഭിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു ചാനൽ. ഈ ഒരു ചാനലിൻ്റെ അകത്ത് ഞാൻ മോർണിംഗ് തന്നെ ഓഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് അതോടെ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആ ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മോർണിംഗിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ബെയറിഷ് വ്യൂ ഉണ്ടെങ്കിലും സ്ട്രോങ് അല്ല. പക്ഷേ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി വൺസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ 52,920 ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു ലെവലിൻ്റെ എബോവ് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ് വരുമെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ ടൈമിൽ നമുക്ക് ലോങ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ബാങ്ക് നിഫ്റ്റി അത് ഹോൾഡ് ചെയ്യുന്നില്ല. തിരിച്ചിറങ്ങി താഴേക്ക് വന്ന ടൈമിൽ നമ്മൾ ആ ട്രേഡ് അവിടെ ഇനിഷ്യലി എക്സിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കോൾസിൽ നമുക്ക് അവിടെ ലോസ് വന്നിരുന്നു. ദെൻ അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറുന്ന കണ്ട് നമ്മൾ ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ കോൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ട്രേഡ് നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 660 ആയിരുന്നു. നമ്മൾ എക്സാക്ട് ഡേ ആയി തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് അവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു ബുള്ളിഷ് വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വളരെയധികം വീക്ക് ആവുകയും ശേഷം ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിലും ഓക്കെ ഇപ്പം ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്കൊരു പമ്പിങ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ് 3 മണിക്ക് മാർക്കറ്റിൽ ഒരു പമ്പിങ് വരുന്നുണ്ട്. 3 മണി ഒരു 3 PM ക്യാൻഡിൽ എന്നൊക്കെ വേണം നിങ്ങൾക്ക് പറയാം. ഇന്നും പറഞ്ഞുകൊണ്ട് ഇത് എല്ലായ്പ്പോഴും ഉണ്ടാകത്തില്ല. ഈ 3 മണിക്ക് എല്ലാ ദിവസവും മൂവ്മെൻറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡിപ്പെൻസ് ആണ്. നമുക്കത് എക്സാക്ട്ലി അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ തീർച്ചയായിട്ടും ഈ 3 മണി ടൈമിൽ നല്ല മൂവ്മെൻറ്റ് പ്രൈസിൽ വരുന്നുണ്ട്. അപ്പോൾ അതെന്നും പറഞ്ഞുകൊണ്ട് 3 മണിക്ക് ട്രേഡ് എടുക്കാൻ നിൽക്കേണ്ട. ഓൾറെഡി ഒരു വ്യൂ ഉണ്ട്. നിങ്ങൾക്ക് അപ്പ് സൈഡിൽ നിങ്ങളുടെ ടാർഗറ്റ് പെൻഡിങ് ആണ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലെ ടാർഗറ്റ് പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 3 മണിയുടെ ടൈമിൽ എങ്ങോട്ടാണോ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്തോളൂ. അല്ലാണ്ട് അതിൻ്റെ ബേസിലൊന്നും ആരും ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒന്നും പോയില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പാറ്റേൺ ആണത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗെയിൻ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു. അപ്പം ഇതിനകത്തും ഞാനും ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഏകദേശം ഇനിഷ്യലി ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ചെയ്തിരുന്നു. ഇവിടുന്ന് രണ്ടാമത് നമുക്ക് ഒരു എൻട്രി ഈ ഒരു പോയിന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു ഡിപ്പിൽ ഇവിടെ എക്സിറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ഇവിടുന്ന് ഒരു റീ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓവറോൾ ഒരു ഗെയിനിലേക്ക് വരാൻ വേണ്ടി പറ്റിയത്. നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഇൻസ്റ്റയിൽ അത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള അത്യാവശ്യം എല്ലാ മെമ്പേഴ്സും പ്രോഫിറ്റിലാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റോറി പോയി ചെക്ക് ചെയ്യാം. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്കുള്ള പ്ലാനാണ്. നാളത്തേക്കുള്ള പ്ലാനിലേക്ക് വരുന്ന ടൈമിൽ ഇന്നത്തെ നമ്മുടെ ലെവൽസിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ ലിക്വിഡിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടാണ് നമുക്കൊരു സ്ട്രോങ് ബുള്ളിഷ് വ്യൂ മോർണിംഗിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പം തൽക്കാലം ഞാൻ ലെവൽസ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ ലെവൽ ഒന്ന് താഴേക്ക് ഞാൻ വെക്കുവാണ്. പിന്നീട് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ 23,467 എന്നുള്ള ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അടുത്ത ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് ആ പമ്പിങ് തന്ന ഒരു സ്വിംഗ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നീട് ഇന്നത്തെ ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ലെവൽസാണ് നാളത്തേക്ക് വേണ്ടി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഇനി ട്രേഡ് പ്ലാൻസും മറ്റും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് പ്രൈസ് ബിഹേവിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ട്രെൻഡിങ് ഡേ കിട്ടി. സാധാരണ എക്സ്പയറി ഡേയിലാണ് മാർക്കറ്റ് കുറച്ചുകൂടെ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് തരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മൺഡേയിലാണ് നമുക്ക് ഈ മൂവ് കിട്ടിയിരുന്നത്. അപ്പോൾ നാളെ വലിയ പ്രതീക്ഷയൊന്നും വെക്കരുത്, കുറച്ച് ട്രിക്കി ആവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ട്രെൻഡിങ് ആയിക്കഴിഞ്ഞാൽ നല്ല ട്രെൻഡിങ്ങും ആയിരിക്കും. ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റേറ്റ് കിട്ടില്ല എന്നാണ് കരുതുന്നത്. ഒന്നെങ്കിൽ പക്കാ സൈഡ് വൈസ് ആയിട്ട് മാർക്കറ്റ് പോകും, അല്ലെങ്കിൽ നല്ലൊരു ട്രെൻഡിങ് ഡേ ആയിട്ട് തന്നെ മാറും. ഇന്ന് എന്തായാലും ഒരു ട്രെൻഡിങ് ഡേ നമുക്ക് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് നല്ലൊരു മൂവ് ഇന്ന് വരാൻ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതും അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ട്രേഡ് പ്ലാൻസും മറ്റും എല്ലാം പ്രിപ്പയർ ചെയ്തിരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള പ്ലാനാണ്. സോ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കാം. ഒരുപാട് പേര് ഇന്നത്തെ അപ്സൈഡ് മൂവ് കണ്ടുകൊണ്ട് കോൾ ഓപ്ഷനൊക്കെ ചുമ്മാ പോയി കണ്ണും പൂട്ടിയൊക്കെ ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവും. നമുക്കറിയത്തില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്നും. സോ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. ഒരു ഗ്യാപ്പ് അപ്പിലാണ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നാളെ ഓവർനൈറ്റുള്ള മാർക്കറ്റ്, അതേപോലെ നാളെ രാവിലത്തെ ഓപ്പണിംഗ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റ് രാവിലെ എവിടെ ഓപ്പൺ ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും 1 മിനിറ്റിലേക്ക് തന്നെ നമ്മുടെ പ്ലാൻസൊക്കെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നല്ല ലെവൽസാണ് കേട്ടോ. ഇത് ഭയങ്കര പവർഫുൾ ലെവലാണ്, ഇതും വളരെ പവർഫുൾ ലെവലാണ്, ഈ ഡേ ഹൈയും വളരെ പവർഫുള്ളാണ്. ടോപ്പിലും നല്ല എല്ലാ ലെവൽസും വളരെ പവർഫുൾ ആയിട്ടുള്ള ലെവലാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നാളെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. നിങ്ങൾ 1 മിനിറ്റ്, ഞാൻ 1 മിനിറ്റിലാണ് ട്രേഡ് ചെയ്തത്. അപ്പോൾ മോർണിംഗിൽ നമ്മുടെ ട്രേഡിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കുറയ്ക്കും. 5 മിനിറ്റിലാണ് കൂടുതലും. നാളെ മോർണിംഗിൽ മാർക്കറ്റ് ഒന്ന് എല്ലാവരും ഫേക്ക് ചെയ്തിട്ട് ഓപ്ഷൻസിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ട് കൂടുതലായിരുന്നു. ഓരോ ഓപ്ഷനകത്ത് ടൈം വാല്യൂ, അതായത് DK ആയി പോകേണ്ടുന്നൊരു പാർട്ട് ഉണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതലാണ്, മൺഡേ വരേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അപ്സൈഡിലേക്ക് ഒരു പമ്പിങ് വന്ന ടൈമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സെൽ ഓഫ് തന്നെ ആയിരുന്നു. അപ്പം ഞാൻ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തതിൻ്റെ, എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എക്സിറ്റ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആ ട്രേഡ് എക്സിറ്റ് ചെയ്ത് മാറിയത് ഇവിടെ ആയിരുന്നു, ഈ പോയിന്റിലായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഇമ്മീഡിയറ്റ് സെൽ ഓഫ് ആണ്. കാര്യം ഓപ്ഷൻസിൻ്റെ പ്രീമിയം ബാലൻസ് ആയാൽ പറ്റും. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഒരു ചെറുതായിട്ടൊന്ന് ഒന്നെങ്കിൽ നല്ല റേഞ്ച് ബൗണ്ടഡായിട്ട് മാർക്കറ്റ് ഒന്ന് ബിഹേവ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് എന്ത് ചെയ്യും, മോർണിംഗിൽ നല്ല സൈഡ് വൈസ് ആയിട്ട് നിന്നിട്ട് ഡേലോഗ് സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു റിവേഴ്സലിനുള്ള പോസിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഓപ്പണിംഗിൽ എല്ലാവരും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് എല്ലാവരുടെയും റീറ്റെയിലേഴ്സിനെ എല്ലാവരെയും രാവിലെ തന്നെ റീത്ത് വെക്കുന്ന ഒരു പരിപാടി കാണിക്കും. അപ്പോൾ അത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു പാറ്റേൺ ആണ്, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരു എന്താ പറയുക, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണിലോ ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കാര്യം ഒരുപാട് ഗ്യാപ്പ് അപ്പിലേക്ക് പോകുന്നത് ഏകദേശം ഇവിടെ ഓപ്പൺ ആയാലും മതി, കോൾ ഓപ്ഷൻ്റെ അകത്ത് വലിയ ഗെയിൻ കയറത്തില്ല. അപ്പോൾ ആ DK ആയി പോകേണ്ടതിനകത്ത് നല്ലൊരു ഭാഗം എന്ത് സംഭവിക്കും, ആ ഗ്യാപ്പ് അപ്പിലങ്ങ് DK ആവും. ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷനൊക്കെ നല്ലോണം മൂവ് ചെയ്യും, അല്ലാത്ത പക്ഷം വലിയ ഗെയിൻ കിട്ടത്തില്ല. അപ്പം DK ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റ് ടൈം വാല്യൂ ഉള്ളൊരു സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 60-50 പോയിന്റെങ്കിലും അറ്റ്ലീസ്റ്റ് DK ആയി പോകും ഈ ഒരു ഗ്യാപ്പ് അപ്പ് വരുമ്പോൾ. ഈ ഓപ്ഷൻസ് ഗെയിൻ കയറില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഓരോ മാർക്കറ്റ് കണ്ടീഷൻസും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഷുവർ ഷോട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും പ്ലാൻസിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. പ്ലാനിലേക്ക് നോക്കുന്ന ടൈമിൽ നാളെ നമുക്കൊരു സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും. ഓപ്പണിംഗ് പാർട്ട് കുറച്ച് കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ ഒറ്റയടിക്കാൻ നമ്മുടെ ടാർഗറ്റ് കിട്ടിയും, ചിലപ്പോൾ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ടായിരിക്കും മൂവ്. അപ്പം ക്യാപിറ്റൽ കറക്റ്റ് മാനേജ് ചെയ്യുക. ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അല്ലാണ്ട് അവിടെ മറ്റൊരു ഓപ്ഷൻ ശരിക്കില്ല. അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള മീൻസ് ആ ക്യാപിറ്റൽ കറക്റ്റായിട്ട് അവിടെ മാനേജ്. അപ്പം പ്ലാൻസ് ഞാൻ പറഞ്ഞതുപോലെ ആ മോർണിംഗിലെ ഷെയ്ക്ക് മീൻസ് ഇച്ചിരി കൺഫ്യൂസിങ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്കുള്ള പാറ്റേൺ ഇല്ലേ, ഇതേപോലെയൊക്കെ ഓപ്പണിംഗ് ചിലപ്പോൾ വരാം, ഷുവർ അല്ല കേട്ടോ, ചിലപ്പോൾ വരാം. അത് മൈൻഡിൽ ഉണ്ടാവണം ട്രേഡ് എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇനി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നാളെ ഡൗൺ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ടാർഗറ്റ് നമ്മൾ ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്, 467 ആയിരിക്കും നമ്മൾ ടാർഗറ്റ് പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് സെയിം ട്രേഡ് തന്നെ ഒരുപാട് ട്രസ്റ്റ് കൊടുക്കരുത്. കാര്യം വേണമെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആയി വന്നിട്ട് ഇതിൻ്റെയും കൂടെ ബിലോ വന്നിട്ട് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ 5 മിനിറ്റിലോ 15 മിനിറ്റിലോ ഒരു റിവേഴ്സൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 695 വരെ നമുക്കൊരു മിനിമം ഒരു മൂവ് കിട്ടും. ആൻഡ് ദെൻ 23,800 വരെ അപ്സൈഡിലേക്ക് മൂവ് കിട്ടും.
അപ്പം അത് നമ്മുടെ മൈൻഡിൽ വേണം. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് ലോവർ ലോ കാണിച്ച് പോവുകയാണ്, നല്ല സ്ട്രെങ്ത് താഴേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാഷ്, ഞാൻ ഉൾപ്പെടെ ഷോർട്ട് ടീം സെയിം ഡേറ്റ് തന്നെ മാർക്കറ്റ് റണ്ണായി വന്നിട്ട് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ പൊട്ടിയിൽ നിന്ന് മാറി നമ്മൾ കോളിലേക്ക് അവിടെ സ്വിച്ച് ആകും. ഓക്കെ, കാര്യം അവിടെ അഡാപ്റ്റ് ആവണം. അല്ലാണ്ട് ഒരു ട്രേഡ് എടുത്തിട്ട് അതിൽ പിടിച്ചുകൊണ്ട് ഇരിക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ അഡാപ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ഫിക്സഡ് അല്ല, ഇത് ഒരേ പാറ്റേണിലല്ല മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മളും ഡൈനാമിക് ആവണം. ഡൈനാമിക് ആവാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ ഡൈനാമിക് ആവുന്ന ടൈമിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്പർ ഓഫ് സ്റ്റോപ്പ് ലോസസ് ഒക്കെ ആയിരിക്കും. അപ്പം ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ നമുക്ക് വേണം. ഒരു പ്രോപ്പർ ട്രേഡ് മാനേജ്മെൻറ്റ് അല്ല ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇല്ലാണ്ട് ചുമ്മാ വാരി വലിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് പോകത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്ലാനാണ്. ഇനി ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഇവിടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ തിരിച്ച് താഴേക്ക് ഇറങ്ങി 1, 2, 3 ക്യാൻഡിൽ തിരിച്ച് കയറിയാലും ഇച്ചിരി വൈഡ് SL കീപ്പ് ചെയ്യുക, ലോങ് എൻട്രി എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ഒരു സേഫ് ടാർഗറ്റ് ഇവിടെയാണ് 695 ആണ്. ദെൻ സെക്കൻഡ് ടാർഗറ്റ് 23,800 വരെ റൺ ചെയ്യുക. ഇനി അതല്ല ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഷോർട്ടിങ് ഫോക്കസ് ചെയ്യുക. ആൻഡ് ദെൻ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സായി വരുവാണെങ്കിൽ ആ ഷോർട്ട് എക്സിറ്റ് ചെയ്തിട്ട് കോളിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യണം. നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഞാനും ഇൻ ദ മണിയിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദ മണി ട്രേഡ് ചെയ്യുമ്പം നോർമലി നിങ്ങൾ ഔട്ട് ഓഫ് ദി മണിയിൽ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അതിൻ്റെ 1/3 അതിനെക്കാട്ടും ഒരിക്കലും കൂടരുത്. കാര്യം അതിനിപ്പോൾ ഒരു 3 ലോട്ട് OTM ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ 1 ലോട്ട് ഇൻ ദ മണി മതി, സെയിം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് മുകളിലേക്കാണ് മൂവ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീക്ക് ആകാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഒരു ഏറ്റവും ഡേലോയിൽ ഒരു ബൈങ് കിട്ടിയാൽ നാളെ ഒരു പെർഫെക്റ്റ് ട്രേഡ് ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇച്ചിരി പാടായിരിക്കും. കാര്യം ഈ വീക്കിലെ എല്ലാ ഡേയ്സും നല്ല ട്രെൻഡിങ് ഡേ ആയിരുന്നു. നമുക്ക് ഈ ഒരു എക്സ്പയറിയിൽ 5 ദിവസം നമുക്ക് 5 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നത് 4 ദിവസം നമുക്ക് പ്രോഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ സ്വാഭാവികമായിട്ടും കുറച്ച് ടഫായിരിക്കും. അപ്പം അതിൻ്റെ അനുസരിച്ച് നമ്മൾ അതൊന്നും മൈൻഡിൽ ഉണ്ടായിരിക്കണം, കുറച്ച് ടഫായിരിക്കും നാളെ എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡിപ്പിൽ നിന്ന് ബൈ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒരു ഓപ്പൺ എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് എടുക്കുക. പക്ഷേ ഇൻ ദ മണിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ SL വെച്ചേ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഡിപ്പിൽ നിന്ന് ബൈ ചെയ്യാം. പിന്നെ മാർക്കറ്റ് വേറൊരു പാറ്റേൺ കോമൺ ആയിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മൂവ് ചെയ്ത് വളരെ വീക്കായാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് എക്സ്പെക്ട് ചെയ്യണം, മാർക്കറ്റ് നല്ലൊരു പുൾ ബാക്കിന് തരും. എന്നിട്ട് ഡേലോയ്ക്ക് തൊട്ട് മുമ്പ് എന്നൊക്കെ എന്ത് സംഭവിക്കും, മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പം അങ്ങനത്തെ ബോട്ടം ലെവൽസിൽ നിന്ന് ബൈ എൻട്രി പുഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. ഇനി ഇതിൻ്റെ ബിലോ വന്നു കഴിഞ്ഞാൽ നോക്കുക, ഓപ്പണിംഗ് തന്നെ മാർക്കറ്റ് നല്ല സ്ട്രെങ്തിൽ മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈങ് ഫോക്കസ് ചെയ്യാം. ഇവിടെ വരെ ടാർഗറ്റ് വെക്കുക. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ഏരിയ വരെ ഫോക്കസ് ചെയ്യാം. ഇനി അതല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് വന്നു, സസ്റ്റെയിൻ ആവുന്നില്ല, ഡേ ഹൈയും ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ലെവലായിരിക്കും നിങ്ങൾക്ക് അവിടെയും ടാർഗറ്റ് വരുന്നത്. ഇനി ഗ്യാപ്പ് അപ്പിൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഇവിടം വരെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ട്രേഡ് എടുക്കുന്നതൊന്ന് ഒഴിവാക്കുക. മാർക്കറ്റ് ഡേലോയിന്നോ മറ്റോ ഒക്കെ ഒന്ന് ഡേലോ ഫോക്കസ് ചെയ്യാം. മുകളിലേക്ക് കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നോക്കൂത്തിയായിട്ട് ഇരിക്കേണ്ടി വരും. കാര്യം അത് അങ്ങനെയാണ്, അത് ഇച്ചിരി പാടാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് എനിക്ക് സംബന്ധിച്ച് ഇപ്പോൾ നമുക്കും കഴിഞ്ഞൊരു 4 മാസത്തിലെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ ദിവസവും ട്രേഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസസ് വന്നിട്ടുള്ളതിൽ അതൊരു 80% ഡേയും ഗ്യാപ്പ് അപ്പാണ്. ഓക്കെ, ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്സിൽ അത് ഹ്യൂജ് ഗ്യാപ്പ് അപ്പിൽ വന്നിട്ടുള്ള ടൈമിലാണ്. പിന്നെ നമ്മൾ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ അധികം ട്രേഡ് ചെയ്യാറില്ല. ഇപ്പം വളരെ മിനിമൽ ക്വാണ്ടിറ്റിക്കൊക്കെ ആയിരിക്കും ട്രേഡ്, ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേഷൻ മാത്രമാണ് കാണിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റോ 15 മിനിറ്റോ തന്നെ അപ്ലൈ ചെയ്യാം. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഡൗൺ ആയി വന്നിട്ട് എവിടെയെങ്കിലൊക്കെ എല്ലാവരെയും സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തിട്ട് ഡേലോ ബ്രേക്ക് ചെയ്യും. തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യുക, ബൈ എൻട്രി പുഷ് ചെയ്യുക, ഡേ ഹൈക്ക് അബവ് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, വളരെ വീക്കായി ഇപ്പം മുകളിലേക്കുള്ള ഓപ്പണിംഗ് എല്ലാം ഇച്ചിരി ട്രിക്കി. ഞാൻ മൂന്ന് പാറ്റേണാണ് നമ്മൾ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഒന്ന് മാർക്കറ്റ് ഡൗൺ ആയി വന്നിട്ടോ അല്ലെങ്കിൽ സൈഡ് വൈസ് ആയി നിന്നിട്ടോ ഡേലോ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചുള്ളിലേക്ക് കയറും. ഡേലോയ്ക്ക് ബിലോ എല്ലാവരും ഒന്ന് ബൈങ് ചെയ്യുന്നവരെല്ലാം സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഡേലോയിലായിരിക്കും. പിന്നെ ഈ ഡേലോ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ പേര് ഒന്ന് സെയിൽ ചെയ്യും, ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഒക്കെ. അപ്പം തിരിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് എൻട്രി എടുക്കാം. 800 നമുക്ക് ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അതിൽ കൂടുതൽ ടാർഗറ്റ് പ്ലേസ് ചെയ്യില്ല. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യാം. ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല, സൈഡ് വൈസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം വെയിറ്റ് ചെയ്യുക. പ്രോപ്പർ മൂവ്മെൻ്റ് ആണ് അപ്പ് സൈഡിലേക്ക് എന്നുണ്ടെങ്കിൽ മാത്രം ഡിപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, ഇവിടെ ടാർഗറ്റ് ചെയ്യുക. അതല്ല ഡേലോ ബ്രേക്ക് ചെയ്തിട്ടാണ് തിരിച്ച് കയറുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്യാം. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ
ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ട്രേഡ് ഡേ ലോയിൽ നിന്ന് മാത്രം ബൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. 5 മിനിറ്റ് 15 മിനിറ്റ് അപ്ലൈ ചെയ്യുക. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഒരു ഷേക്ക് ഔട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ ഷേക്ക് ഔട്ടിൻ്റെ ബേസിൽ മാത്രമായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക. ഇനി അതല്ല മാർക്കറ്റ് താഴേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റഡ് ആണ്. അതൊരു ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പാറ്റേൺ. നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ടാണ് റെക്കഷൻസ് ഒക്കെ നല്ല രീതിക്ക് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ഗ്യാപ് ഡൗൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് കയറുവാണ് ലോങ് എൻട്രി പുഷ് ചെയ്യുക. അതല്ല ഇവിടുന്ന് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ചെയ്യാം. ഇവിടം വരെ നമുക്ക് ടാർഗറ്റും പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാൻ. എക്സ്പയറി ഡേ ആണ്, നോക്കി മാത്രം ട്രേഡ് ചെയ്യുക. 5 ദിവസത്തിൽ 5 ദിവസം, ഈ വീക്കിൽ 5 ദിവസത്തിൽ 4 ദിവസം ട്രെൻഡിങ് ഡേയ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മിനിമം ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്നവരൊക്കെ പോലും എല്ലാവർക്കും നല്ല എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റിനെ മാനേജ് ചെയ്യാം. ഈ കിട്ടിയ പ്രോഫിറ്റുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വിഡ്രോ ചെയ്യുക, റീഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് കോമ്പൗണ്ട് ചെയ്ത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ അക്കൗണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്തു, നിങ്ങൾക്കൊരു 5000-6000 രൂപ പ്രോഫിറ്റ് ഇന്ന് കിട്ടിയെന്ന് വെച്ചോ. നാളെ നിങ്ങൾക്കൊരു 3000 രൂപ പ്രോഫിറ്റ് കിട്ടി. അടുത്ത ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ 1,09,000 രൂപയായിരിക്കും ക്യാപിറ്റൽ. അങ്ങനെ ചെയ്യരുത്. അപ്പം നിങ്ങളുടെ ലോസ് പെർസെൻറ്റേജ് കൂടത്തില്ലേ? ലോസ് എങ്ങനെ ടാലി ആവുന്നത്? പ്രോഫിറ്റ് വിഡ്രോ ചെയ്ത് മാറ്റാം. മന്ത് എൻഡിൽ അല്ലെങ്കിൽ മന്ത് ബിഗിനിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രോ ഡൗൺ കിട്ടുന്ന ടൈമിലോ എന്ത് ചെയ്യാം? ക്വാണ്ടിറ്റീസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് തന്നെ കറക്റ്റായിട്ട് എല്ലാവരും മാനേജ് ചെയ്യുക. ഇനിയിപ്പം രാത്രി മോർണിംഗിൽ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് എവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നുള്ള. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഏകദേശം ഒരു ഐഡിയ കിട്ടും എവിടെ ആയിരിക്കും ഓപ്പണിംഗ് വരാൻ പോകുന്നതെന്നുള്ള. അപ്പോൾ എക്സ്പയറി ഡേ ആണ്. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടത്തിൽ ഡെയിലി ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഞങ്ങൾ ഡെയിലി ലൈവ് ട്രേഡിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടത്തിൽ ട്രേഡ് ചെയ്യാൻ ഓൾസോ നമുക്ക് ആറേയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വൈസറീസും ടെലിഗ്രാം കോഴ്സും മറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വാച്ച് ചെയ്യാൻ. അതേപോലെ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് നാളെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ വീഡിയോസ് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലെ ചാനലിലും കൂടെ വരിക. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. മോർണിംഗ് ഞാൻ കൂടുതലും തിരക്കിലായിരിക്കും മാർക്കറ്റിലായതുകൊണ്ട് തന്നെ. എന്തായാലും മാക്സിമം പറ്റുന്നത്ര ഞാൻ അപ്ഡേറ്റ്സ് ചാനലിനകത്ത് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ചാനലിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ.